എല്ലാവർക്കും നമസ്കാരം. വെയ്റ്റ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 156/24. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദിവസം ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1848 ദത്ത് അപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമേത്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി തിരുവിതാംകൂർ, ഓപ്ഷൻ സി സത്താറ, ഓപ്ഷൻ ഡി മൈസൂർ. ചോദ്യം ഒന്നുകൂടെ പറയാം. 1848 ദത്ത് അപഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമേത്? ഉത്തരം ഓപ്ഷൻ സി സത്താറയാണ്. അപ്പോൾ എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം? ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔധ് 1856. ഔധ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔധിലെ നവാബ് ആരായിരുന്നു? വാജിദ് അലി ഷാ. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ് 1859. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു രാജ്യങ്ങളാണ് ജയ്പൂർ 1849, സാമ്പൽപൂർ 1850, ഉദയ്പൂർ 1852, നാഗ്പൂർ 1853, ഝാൻസി 1854. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ വെല്ലസ്ലി പ്രഭു, ബി മിൻറ്റോ പ്രഭു, സി കോൺവാലിസ് പ്രഭു, ഡി കാനിങ് പ്രഭു. ആൻസർ കാനിങ് പ്രഭു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഈ നിയമപ്രകാരം വൈസ്രോയി തൻ്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിൽ അനൗദ്യോഗിക അംഗങ്ങളായി ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തു. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം 1862 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ബനാറസ് രാജാവ്, പാട്യാല മഹാരാജാവ്, സർ ദിനകർ റാവു. 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1833 ചാർട്ടർ ആക്ട് വരെ പടിപടിയായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രീകൃത ഭരണം അവസാനിപ്പിക്കാൻ ഈ നിയമം കാരണമായി. ഈ നിയമപ്രകാരം 1862, 1886, 1897 എന്നീ വർഷങ്ങളിൽ യഥാക്രമം ബംഗാൾ, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ പുതിയ നിയമനിർമ്മാണ സമിതികൾ രൂപീകരിക്കപ്പെട്ടു. 1859 കാനിങ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അംഗീകാരം നൽകിയ നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ 6 മാസ കാലാവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയിക്ക് അനുവാദം നൽകിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഇനി ലോർഡ് കാനിങ്ങിനെ കുറിച്ച് നോക്കാം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ലോർഡ് കാനിങ് ആണ്. ബംഗാളിൽ ഇൻഡിഗോ അഥവാ നീലം കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലോർഡ് കാനിങ്. ബംഗാളിലെ കർഷകരെ ജന്മിമാരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ലോർഡ് കാനിങ് 1859 കൊണ്ടുവന്ന നിയമമാണ് ബംഗാൾ റെന്റ് ആക്ട്. ഇന്ത്യൻ ജനതയുടെ മേലുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്രൗണിലേക്ക് മാറ്റുന്നു എന്ന ലോർഡ് കാനിങ് വിളംബരം ചെയ്ത സ്ഥലമാണ് അലഹബാദ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ആരെയാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്?
ഓപ്ഷൻ എ ബനാറസിലെ രാജാവ്, ഓപ്ഷൻ ബി പാട്യാലയിലെ രാജാവ്, ഓപ്ഷൻ സി മൈസൂരിലെ രാജാവ്, ഓപ്ഷൻ ഡി സർ ദിനകർ റാവു. ഉത്തരം ഓപ്ഷൻ സി ആണ്, മൈസൂരിലെ മഹാരാജാവ്. റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി 4ാമത്തെ ചോദ്യം, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം ഏതാണ്? ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഓപ്ഷൻ ബി ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, ഓപ്ഷൻ സി ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947, ഓപ്ഷൻ ഡി മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. ഇനി റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോകാം. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 അറിയപ്പെടുന്ന മറ്റൊരു പേര് മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മിൻറ്റോ പ്രഭു ആയിരുന്നു. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? മോർലി പ്രഭു ആയിരുന്നു. ഇനി ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗസംഖ്യ 16-ൽ നിന്ന് 60-ആയി. ചില തെരഞ്ഞെടുക്കപ്പെട്ട പ്രാതിനിധ്യം അനുവദിച്ച നിയമം. വൈസ്രോയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്ന നിയമമാണ് മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? 5th ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി വി ഡി സവർക്കർ, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ. തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1890. സ്വയം ഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം 1916. 1916 ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, മുഹമ്മദ് അലി ജിന്ന. ഇനി ബാലഗംഗാധര തിലകിനെ കുറിച്ച് കുറച്ച് നോട്ട്സ് ഉണ്ടെന്ന് നോക്കാം. ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ഇദ്ദേഹം. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ബാലഗംഗാധര തിലക് തന്നെ. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലക്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ രാജാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഗണേശ ഉത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. മണ്ടൂകങ്ങളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ച വ്യക്തി. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയും ബാലഗംഗാധര തിലകാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം, ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഹൗസ് ഓഫ് കോമൺസ്, ഓപ്ഷൻ ബി ഹൗസ് ഓഫ് ലോർഡ്സ്, ഓപ്ഷൻ സി ബ്രിട്ടീഷ് കൗൺസിൽ, ഓപ്ഷൻ ഡി ഫെഡറൽ ലെജിസ്ലേച്ചർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ് ലോവർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്ന ലോക്സഭയാണ്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നും അറിയപ്പെടുന്നു. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം 1848 ജൂൺ 30 അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് തങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നു. ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപീകരിച്ചത് 1947 ജൂൺ 3.
മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പ്ലാൻ, ഡിക്കി ബർഡ് പ്ലാൻ. ഈ പദ്ധതിയെ കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യ വിഭജനത്തിനും ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും ഈ നിയമം കാരണമായി. വൈസ്രോയി എന്ന തസ്തിക നിർത്തലാക്കുകയും ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വരാനും ഈ നിയമം കാരണമായി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിർത്തലാക്കുകയും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ രേഖകളിൽ നിന്നും ഇന്ത്യയുടെ ചക്രവർത്തി എംപറർ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം നീക്കം ചെയ്തു. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. രാജകീയ അംഗീകാരം ലഭിച്ചത് 1947 ജൂലൈ 18. നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഓപ്ഷൻ ബി, മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായ ഒരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഓപ്ഷൻ ഡി, നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. ഡോക്ടർ അംബേദ്കറുടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ ജനാധിപത്യത്തോടൊപ്പം 2 തരം ജനാധിപത്യം ഉണ്ടായിരിക്കണം: സാമ്പത്തിക ജനാധിപത്യം, സാമൂഹിക ജനാധിപത്യം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വർഷം 1956. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നയിച്ച മറ്റു നേതാക്കളാണ് N. ശിവരാജ്, ദാദാ സാഹിബ് രൂപവദെ, ഭാവ്റാവു ഗൈക്വാദ്. ഇനി 9ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻ എ, ലോർഡ് പെത്തിക് ലോറൻസ്. ഓപ്ഷൻ ബി, വില്യം ബെന്തിക് പ്രഭു. ഓപ്ഷൻ സി, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ഓപ്ഷൻ ഡി, AV അലക്സാണ്ടർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വില്യം ബെന്തിക് പ്രഭു. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്വിക് ലോറൻസ് ആയിരുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയത് 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1946 ജൂൺ 29. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, ഫെഡറൽ ഗവൺമെൻറ് രൂപീകരിക്കുക. ഇതൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ, റേഡിംഗ് പ്രഭു. ഓപ്ഷൻ ബി, ഹാർഡിംഗ് പ്രഭു രണ്ടാമൻ. ഓപ്ഷൻ സി, ചെംസ്ഫോർഡ് പ്രഭു. ഓപ്ഷൻ ഡി, മൊണ്ടേഗു പ്രഭു. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെംസ്ഫോർഡ് പ്രഭു. 1916 ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. ഖിലാഫത്ത് പ്രസ്ഥാനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നിവ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ലക്നൗ സന്ധി 1916 ലക്നൗ സന്ധി ഒപ്പുവെച്ച സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആണ്. ഡാസ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് 1917.
ഇന്ത്യക്കാർക്ക് ഒരു ഉത്തരവാദ ഭരണ വ്യവസ്ഥ ഉറപ്പു നൽകിയ പ്രഖ്യാപനം ഓഗസ്റ്റ് പ്രഖ്യാപനം. ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയത് എഡ്വിൻ സാമുവൽ മൊണ്ടേഗു. കരിനിയമം എന്നറിയപ്പെടുന്ന റൗലറ്റ് ആക്ട് 1919 റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയാണ് ചെംസ്ഫോർഡ് പ്രഭു. ഓഗസ്റ്റ് പ്രഖ്യാപന പ്രകാരം നിലവിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന പേരിലാണ്. അടുത്തത് നോക്കാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിലാണ്. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ കിച്ലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവനാണ് ലോർഡ് ഹണ്ടർ. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം. ഓപ്ഷൻ എ 1925, ഓപ്ഷൻ ബി 1930, ഓപ്ഷൻ സി 1932, ഓപ്ഷൻ ഡി 1935. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1932. ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് എന്താണെന്ന് നോക്കാം. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം 1932 ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഹരിജൻ സേവക് സംഘ് എന്ന പേരിലാണ്. ഹരിജൻ സേവക് സംഘ് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. വർഷം 1932. ആസ്ഥാനം ഡൽഹി. പൂനെയിലെ യർവാദ ജയിലിൽ ഗാന്ധിജി നടത്തിയ നിരാഹാര സമരത്തിൻ്റെ ഫലമായാണ് ഇത് സ്ഥാപിതമായത്. ഇതിനായി ഗാന്ധിജി സ്വന്തമായി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഹരിജനങ്ങളുടെ വിദ്യാഭ്യാസ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക, സമൂഹത്തിൽ നിന്ന് തൊട്ടുകൂടായ്മ പൂർണ്ണമായും ഇല്ലാതാക്കുക, സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് അയിത്തം ഇല്ലാതാക്കുക. ഇവയൊക്കെയായിരുന്നു ഹരിജൻ സേവക് സംഘിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്ത 10 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇൻഫോർമേറ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്